നമ്മൾ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ഹഫ്സത്തു ബിൻതു ഉമർ റളിയല്ലാഹു അൻഹുമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റാബ്ദം 3-ാം വർഷം വിവാഹം കഴിച്ച മഹദിയാണ് ഹഫ്സത്ത് റളിയല്ലാഹു തആല അൻഹ. ഹഫ്സ ബിൻതു ഉമറാണ്. ഉമർ ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് ഇബ്നു നുഫൈൽ ഇബ്നു അബ്ദുൽ ഉസ്സ ഇബ്നു റിയാഹ് ഇബ്നു അബ്ദുല്ലാ ഇബ്നു ഖുർത്ത് ഇബ്നു റസാഹ് ഇബ്നു അദി ഇബ്നു കഅബ് ഇബ്നു ലുഐ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പന്മാരിൽ ഉമർ റളിയല്ലാഹു തആലാൻ്റെ പിതൃ പരമ്പര ചെന്ന് മുട്ടുന്നുണ്ട് അല്ലേ? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ പരമ്പര പറയുമ്പോൾ അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, അബ്ദു മനാഫ്, ഖുസയ്യ്, കിലാബ്, മുറത്ത്, കഅബ്, ലുഐ. കഅബ് ഇബ്നു ലുഐ. ഈ കഅബിലാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതൃ പരമ്പര ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ പരമ്പരയോട് സന്ധിക്കുന്നത്. ഉമർ ഹഫ്സ റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മ സൈനബ് ബിൻത് മദ്ഊനാണ്. സൈനബ് ബിൻത് മദ്ഊൻ ഇബ്നു ഹബീബ് ഇബ്നു വഹബ് ഇബ്നു ഹുദാഫ ഇബ്നു ജുമഹ് ഇബ്നു അംർ ഇബ്നു ഹസ്വീസ് ഇബ്നു കഅബ് ഇബ്നു ലുഐ ഉണ്ടാ. അപ്പോൾ ഹഫ്സയുടെ ഉമ്മ സൈനബ് ബിൻത് മദ്ഊൻ്റെയും പിതൃ പരമ്പര ചെന്ന് മുട്ടുന്നത് എവിടെയാണ്? കഅബ് ഇബ്നു ലുഐയിലാണ്. അപ്പോൾ ഉമ്മ മാർഗേനയും ഉപ്പ മാർഗേനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ പരമ്പരയോട് ഹഫ്സ റളിയല്ലാഹു തആല അൻഹയുടെ പിതൃ പരമ്പര ചെന്ന് മുട്ടുന്നു എന്നുള്ളതാണ്. ഹഫ്സയുടെ ഉപ്പ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമ്മ സൈനബ് ബിൻത് മദ്ഊൻ. ഈ സൈനബ് ബിൻത് മദ്ഊൻ ഉസ്മാൻ ഇബ്നു മദ്ഊൻ്റെ പെങ്ങളാണ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ ഉസ്മാൻ ഇബ്നു മദ്ഊൻ പ്രമുഖ സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ? ആദ്യമായിട്ട് മരിച്ചതല്ല, ഒരാദ്യം ഉണ്ട്. പക്ഷേ അത് ആദ്യമായിട്ട് മരിച്ചത് ആരാണ്? ഷഹീദായത് അത് സുമയ്യയാണ്. ഉസ്മാൻ ഇബ്നു മദ്ഊന് മുമ്പും സഹാബികളും മരിച്ചിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ്റെ പ്രത്യേകത വിശുദ്ധ മദീനയിലേക്ക് ഹിജ്റ വന്നിട്ട് മരിച്ച ആദ്യ മുഹാജിർ, ബഖീ ഖബർസ്ഥാനിൽ ആദ്യമായി മറമാടപ്പെട്ട വ്യക്തി എന്നുള്ള പദവിയാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ. അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് സൈനബ് ബിൻത് മദ്ഊൻ. ഉപ്പ ഉമറാണ്. ഉപ്പാൻ്റെ മുമ്പ് ഹഫ്സയുടെ എളാപ്പ അല്ലെങ്കിൽ പിതൃ സഹോദരൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ആരാ പിതൃ സഹോദരൻ? ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ സഹോദരൻ ആരാണ്? സെയ്ദ് ഇബ്നുൽ ഖത്താബാണ്. സെയ്ദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. സെയ്ദ് ഇബ്നുൽ ഖത്താബ് ഉമറിൻ്റെ മുമ്പ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്. ബദറിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ സെയ്ദ് ഇബ്നുൽ ഖത്താബും ഉമർ ഇബ്നുൽ ഖത്താബും തമ്മിലൊരു സംസാരമുണ്ട്. ഒരങ്കിയേ ഉള്ളൂ, ഒരങ്കിയെ ധരിക്കാനുള്ളൂ. അപ്പോൾ അത് ആര് ധരിക്കണം എന്നുള്ളതിൽ ഒരാൾ അവരിനോട് പറയും താങ്കളെ ധരിക്കാൻ. അവസാനം രണ്ടാളും അങ്കി ധരിക്കാതെയാണ് പോരാടിയതെന്നാണ്. സെയ്ദ് ഇബ്നുൽ ഖത്താബ് അദ്ദേഹം പിൽക്കാലത്ത് ജീവിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൽ യമാമ യുദ്ധത്തിലാണ് സെയ്ദ് ഷഹീദാണത്. സെയ്ദ് ഇബ്നുൽ ഖത്താബ് ഉമറിൻ്റെ സഹോദരൻ. അപ്പോൾ ഉമർ പറയുന്നുണ്ട്, അസ്ലമ ഖബ്ലി വസ്തഷഹദ ഖബ്ലി. എൻ്റെ മുമ്പ് ഇസ്ലാം സ്വീകരിച്ചു സെയ്ദ്, എനിക്ക് മുമ്പ് ഷഹീദായി സെയ്ദ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ സെയ്ദ് ഇബ്നുൽ ഖത്താബ് അദ്ദേഹം രക്തസാക്ഷിയായ വാർത്ത ഉമർ അറിയുന്ന സന്ദർഭത്തിൽ. ഏതായാലും ഹഫ്സ എന്നവരുടെ പിതാവ്, പിതൃ സഹോദരൻ, മാതാവ് ഇവരൊക്കെ ഇസ്ലാമിൽ ആദ്യകാല ഇടം നേടിയ മഹത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഹഫ്സയും ഇസ്ലാമിലേക്ക് ആദ്യകാലത്ത് തന്നെ കടന്നു വന്നിട്ടുണ്ട്. ആദ്യകാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഹിജ്റയുടെ 5-ാം വർഷം, അല്ല അസ്തഗ്ഫിറുല്ലാ, നുബുവത്തിൻ്റെ 5-ാം വർഷം, നുബുവത്തിൻ്റെ 5-ാം വർഷം ഉമർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം ആശ്ലേഷിച്ചിട്ടുണ്ട്. ഉമർ അവർ ബനു അദി ഗോത്രാണ്. കണ്ടാ, ബനു അദി അൽ അദവിയ എന്ന് പറയാം. ഹഫ്സ ബിന്തു ഉമർ അൽ അദവിയ, തൈമിയ എന്ന് പറഞ്ഞില്ലേ ആരെക്കുറിച്ച്? ആയിഷയെക്കുറിച്ച്. അതേപോലെ ഹഫ്സത്ത് അദവിയയാണ്. അദവിയ എന്ന് പറയാൻ കാരണം ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പര കഅബിലാണ് ചെന്ന് മുട്ടുന്നത്. കഅബ് ഇബ്നു ലുഅയ്യിൽ, കഅബിൻ്റെ മകൻ അദിയിലാണ് ഉമർ വരുന്നത്. അതുകൊണ്ടാണ് ബനു അദി എന്ന് പറയുന്നത്. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുറത്ത് ഇബ്നു കഅബാണ്. മുറ ഉണ്ടല്ലോ, പിന്നെ കഅബിൻ്റെ മകൻ അദിയിലാണ് ഉമർ. അതുകൊണ്ട് പിന്നെ ഉമർ ബനു അദി എന്ന് പറയുന്നത്. കഅബിന് വേറെയും മക്കളുണ്ട്, അതിലൊരാളാണ് മുറത്ത്. ആ മുറത്തിൻ്റെ സന്താന പരമ്പരയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്. ബനു അദി, അദവിയ എന്നാണ് പറയുക. അദവിയ പ്രസിദ്ധ അറേബ്യൻ ഖുറൈശി ഗോത്രാണ് അദവിയ. ഹഫ്സയെ റളിയല്ലാഹു തആല അൻഹ ആദ്യം വിവാഹം കഴിച്ചിരുന്നത് ഖുനൈസ് ഇബ്നു ഹുദാഫ അസ്സഹമിയാണ്. ഖുനൈസ് ഇബ്നു ഹുദാഫ അസ്സഹമി. ഈ ഖുനൈസ് ഇബ്നു ഹുദാഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാറുൽ അർഖമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. സഹാബികളുടെ തബക്ക നമ്മൾ എണ്ണുമ്പോൾ സഹാബികൾ 10 തബക്ക അല്ലെങ്കിൽ 12 തബക്ക, ഇങ്ങനെ പല തബക്കളായി എണ്ണും അല്ലേ. അത് അവരുടെ ഇസ്ലാം ആശ്ലേഷണം അതുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ എണ്ണ. ഇതിൽ ആദ്യ തബക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാറുൽ അർഖമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചവരാണ് അല്ലേ. അത് ഏറ്റവും പ്രഥമ ഗണാണ്. അതിൽ ഇടം കണ്ട ആളാണ് ആര്? ഖുനൈസ് ഇബ്നു ഹുദാഫ അസ്സഹമി. അദ്ദേഹമായിരുന്നു ഹഫ്സ റളിയല്ലാഹു തആലയെ ആദ്യം വിവാഹം കഴിച്ച്. ഹഫ്സയെ വിവാഹം കഴിച്ചിട്ട് പിന്നെ ഖുനൈസ് ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ട് അദ്ദേഹത്തിന് ഹബശയിലേക്ക് ഹിജറ പോകേണ്ടി വന്നു. അവിടെ നിന്ന് മടങ്ങി പിന്നെ ഭാര്യ ഹഫ്സയോടൊപ്പം മദീനയിലേക്കുള്ള രണ്ടാം ഹിജറ. അപ്പോൾ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ 2 തവണ ഹിജറ പോയ മഹാനാണ് ആര്? ഖുനൈസ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് അബ്ദുള്ള ഇബ്നു ഹുദാഫ, പ്രമുഖ സഹാബിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശവാഹകനുമായ സഹാബി. ഹഫ്സ ജനിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നതിന് 5 വർഷം മുമ്പാണ്. ഹഫ്സക്ക് 5 വയസ്സുള്ളപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനിയോഗം. കഅബ പുതുക്കി പണിയുന്ന ഒരു ചരിത്രമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നതിന് 5 വർഷം മുമ്പ് കഅബ പുതുക്കി പണിയുന്ന ഒരു ചടങ്ങ് ഖുറൈശികൾ വലിയ ശ്രദ്ധയിൽ ആണ് ആ നിർമ്മാണം നടത്തിയത്. കാരണം ഈ മഴയിൽ ജലപ്രവാഹത്തിൽ കഅബക്ക് സാരമായി കേട് ബാധിച്ചിരുന്നു. അപ്പോൾ കഅബ ഒന്ന് പുതുക്കി പണിയാൻ ഖുറൈശികൾ തീരുമാനിച്ചപ്പോൾ ആ പണി നടക്കുന്ന സന്ദർഭം ഉമർ റളിയല്ലാഹു അൻഹു വരുന്ന ഒരു വാർത്തയാണ് ഹഫ്സയുടെ ജനനം. അപ്പോൾ നുബുവത്തിൻ്റെ 5 വർഷം മുമ്പാണ് ഹഫ്സ റളിയല്ലാഹു തആല അൻഹ ജനിക്കുന്നത്. ഹഫ്സയെ ആദ്യം വിവാഹം കഴിച്ച് നമ്മൾ പറഞ്ഞു ഖുനൈസ് ഇബ്നു ഹുദാഫയാണ്. ഖുനൈസ് ബദറിൽ പങ്കെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ബദറിൽ പങ്കെടുത്ത്. ബദർ യുദ്ധത്തിൽ മുറിവേറ്റ ഖുനൈസ് ഇബ്നു ഹുദാഫ രോഗിയായിട്ടാണ് പിന്നെ മദീനയിലേക്ക് ബദറിൽ നിന്ന് മടങ്ങുന്നത്. ആ രോഗത്തെ തുടർന്ന് ഖുനൈസ് ബദർ യുദ്ധശേഷം മദീനയിൽ മരണപ്പെട്ടു. മനസ്സിലല്ലേ? അങ്ങനെ ഈ ഖുനൈസ് ഇബ്നു ഹുദാഫയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഖീ ഖബർസ്ഥാനിൽ മറമാടി ഉസ്മാൻ ഇബ്നു മദ്ഊനിൻ്റെ അരികിൽ, അവരുടെ ചാരത്ത്. അപ്പോൾ ഖുനൈസിൻ്റെ ആരായിരിക്കും ഇവർ? ഉസ്മാൻ ഇബ്നു മദ്ഊൻ, ഭാര്യൻ്റെ ബന്ധം. ഏതായാലും ഉസ്മാൻ ഇബ്നു മദ്ഊനിൻ്റെ അടുത്താണ് ഇദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഖീ ഖബർസ്ഥാനിൽ മറമാടിയത്. ഖുനൈസ് മരണപ്പെട്ടതിന് ശേഷം വിധവയായ ഹഫ്സയുടെ വിഷയത്തിൽ ഉമർ വലിയ ആലോചനയിലായിരുന്നു. കാരണം മകൾ
ചെറുപ്രായത്തിൽ വിധവയാകാണ്. ഒന്നാലോചിച്ച് നോക്കിയ വയസ്സ് എത്ര ഉണ്ടാവുന്നു മനസ്സിലല്ലേ. അങ്ങനെ അവർ വിധവയായപ്പോൾ ഉമർ ഉപ്പാക്ക് വലിയ ആലോചനയായിരുന്നു മകളുടെ വിഷയത്തിൽ. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ സമീപിച്ചിട്ട് പറയാണ്, ഉസ്മാനോട് പറയാണ്, നിങ്ങൾ ഹഫ്സയെ വിവാഹം കഴിക്കാൻ തയ്യാറുണ്ടോ എന്ന്. അപ്പോൾ ഉസ്മാൻ പറഞ്ഞു, ഞാൻ ആലോചിക്കട്ടെ, പിന്നെ പ്രതികരിക്കാം. ദിവസങ്ങൾക്ക് ശേഷം ഉമർ കണ്ടു, ഉസ്മാനോട് വീണ്ടും ചോദിച്ച്, എന്താ നിങ്ങളെ അഭിപ്രായം? അപ്പോൾ പറഞ്ഞ്, ഞാനിപ്പോൾ വിവാഹം കഴിക്കാൻ ഭാവിക്കുന്നില്ല. ഉസ്മാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിനെ സമീപിച്ചു ഉമർ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഹഫ്സയെ വിവാഹം കഴിക്കാൻ തയ്യാറുണ്ടോ? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മൗനിയായി, ഒന്നും പ്രതികരിച്ചില്ല. അപ്പോൾ ആ ചരിത്രത്തിൽ കാണാം, വലിയൊരു വിഷമവും സങ്കടവും ഉമർ മനസ്സിലേറ്റിയെന്നാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചതേ ഇല്ല. ആ വിഷമം ചെന്ന് അവതരിപ്പിക്കുന്നത് ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. നബിയെ, ഞാൻ ഉസ്മാനോട് ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? അബൂബക്കറിനോട് പറഞ്ഞു, അദ്ദേഹം പ്രതികരിച്ചേ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിനോട് പറഞ്ഞ വാക്കാണ്, യതസവ്വജു ഹഫ്സത ഖൈറും മിൻ ഉസ്മാൻ വയതസവ്വജു ഉസ്മാൻ ഖൈറൻ മിൻ ഹഫ്സത. അതായത് ഹഫ്സയെ ഉസ്മാനേക്കാൾ വിശിഷ്ടൻ വിവാഹം കഴിക്കും. ഉസ്മാൻ ഹഫ്സയേക്കാൾ വിശിഷ്ടയായ ഒരു മഹദിയെ വിവാഹം കഴിക്കും എന്ന് പറഞ്ഞു. മനസ്സിലല്ലേ? അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹഫ്സയെ വിവാഹം കഴിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുകയും ഉമർ റളിയല്ലാഹു തആല അൻഹു ഹഫ്സയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത്. ആ വിവാഹത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഉമറിനെ കണ്ട്, നിങ്ങൾ എന്നോടൊരു വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോൾ ഞാൻ മൗനിയായി, അപ്പം നിങ്ങൾക്ക് വലിയ വിഷമം എന്നോടുണ്ടായി എന്നുള്ളത് എനിക്കറിയാം എന്നാണ് അബൂബക്കർ പറയുന്നത്. പക്ഷേ ഞാൻ അവിടെ മൗനം ദീക്ഷിക്കാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹഫ്സയെ പരാമർശിക്കുന്നതും സ്മരിക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹഫ്സയെ മനസ്സ് വെച്ചിട്ടുണ്ട് എന്ന ആ ഒരു രഹസ്യം പരസ്യമാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പ്രതികരിക്കാതിരുന്നത് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമറിനോട് പറഞ്ഞു എന്നാണ്. ഏതായാലും തിരുജീവിതത്തിലേക്ക് ഹിജ്റയുടെ മൂന്നാമത്തെ വർഷം ഉഹുദ് യുദ്ധാനന്തരം ഹഫ്സ റളിയല്ലാഹു തആല അൻഹ കടന്നു വന്നു എന്നുള്ളതാണ് ചരിത്രം. ഉസ്മാൻ വിവാഹം കഴിച്ചു ഹഫ്സയേക്കാൾ ഉത്തമയായ മറ്റൊരു മഹദിയെ. ആരാണത്? ഉമ്മു കുൽസൂമിനെ. കാരണം ബദർ യുദ്ധത്തോടനുബന്ധിച്ച് ഉസ്മാൻ്റെ ഭാര്യ റുഖയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ മരണപ്പെട്ടു. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പിന്നെ ബദറിന് ശേഷം കല്യാണം കഴിച്ച മഹദിയാണ് ആര്? ഉമ്മു കുൽസൂം എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി.